അടുത്തൊരു പാട്ട് വേറൊരു കിടുക്കാമണിയായിട്ട് ഞാൻ ചെയ്യാൻ പോവാം. മധു ഇപ്പൊ കിടുക്കാമണിയൊന്നും അല്ല, ആ അവരൊക്കെ കൂടെ നമുക്ക് പാടാൻ പറ്റുമെന്ന് വലിയ ഭാഗ്യപ്പോ. ഇവർക്കൊന്നും ഡേറ്റ് ഇല്ല. അതെ അതെ, നമുക്ക് ഇഷ്ടം പോലെ ഫ്രീ ഡേറ്റ് ആണ്. അല്ല ഇപ്പൊ കുറച്ചുമ്പേ പറഞ്ഞു കേട്ടോ, ഞാനൊരു പ്രോഗ്രാമിൽ വിളിച്ചാ പറഞ്ഞു സാർ വരാം, എന്റെ റേറ്റ് ഒക്കെ ഇത്തിരി വ്യത്യാസമുണ്ട്. ആണല്ലേ? ആ പണ്ട് ഞാൻ വാങ്ങിച്ചോണ്ടിരുന്ന 2 lakhs ആണ്. എല്ലാം മാറിയല്ലേ? പണ്ട് നമ്മള് മിയക്കുട്ടി മിയക്കുട്ടി എന്ന് വിളിച്ചോണ്ട്, എന്നെ പാട്ട് പഠിപ്പിച്ചോണ്ടിരുന്ന ഇപ്പൊ നമ്മള് മിയ മാം എന്ന് വിളിക്കണം. അല്ല മിയ മങ്കേഷ്കർ. മിയ മങ്കേഷ്കർ. അതെ, വെറുതെ പറയാം ഞങ്ങള്, ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ പറയത്തില്ല കേട്ടോ. അപ്പൊ നമ്മൾ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അല്ലെ നേരിട്ട് കാണുമ്പോ ചോദിക്കുകയാണ്, അപ്പൊ നമുക്ക് അടുത്ത മാസം ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാ റേറ്റില്ല, അങ്ങനെയും വെക്കാം. 5 lakhs എന്നും പറയാം. ഞാനങ്ങനൊന്നും പറയാറില്ല. ഇല്ലേ? ഞാനില്ല, മാനേജറെ നമ്മളങ്ങനൊന്നും പറയാറില്ല. ഇപ്പൊ പറഞ്ഞു അച്ഛനാണെന്ന് വെറുതെ പറയാണ്ട് സത്യം പറയാ. വാപ്പിയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും കൈ കാണിക്കുന്നുണ്ടോ? അതെ അതെ അതെ, ഇല്ല അഞ്ചോ? ഞങ്ങള് ഒന്നോ? ഇപ്പൊ ഒന്നായി. ഇല്ല, കുട്ടിയാണ് വെറുതെ അല്ലേ? അതെ അതെ അതെ, നമ്മുടെ പൊന്ന് ഇവിടുത്തെ തങ്കക്കുടാണ്. അതായത് അതെ, ടോപ് സിംഗറിന്റെ ചക്കര മുത്താണ്, ഇന്നസെന്റ് മുത്താണ്. നമുക്കൊരു പാട്ട് പാടിയല്ലോ, പൊളിക്കാം. ശരി. കസ്തൂരി കസ്തൂരി ആഹാ കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ശിങ്കാരി കളിയാടാൻ വാ വാ. പട്ടുടുത്ത് പൊട്ടുതൊട്ട് മുത്തുമാലയിട്ടൊരുങ്ങ് കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ശിങ്കാരി കളിയാടാൻ വാ. ചുണ്ടിലെ ചേലിൽ ഗോമാമ്പഴത്തുണ്ടു ഞാൻ കണ്ടു, കോമള കവിളിലെ ചോപ്പിൽ കാട്ടുതക്കാളി ചന്തവും കണ്ടു. നിന്റെ പുന്നാര വാക്കിൽ ഭയങ്ങി 100 മുത്തമിട്ടണയ്ക്കുവാൻ ദാഹം. മാരനായി നീ വരും നേരമാ കൈകളിൽ പച്ചകുത്തു പോലെ ചേർന്നുറങ്ങണം. കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ശിങ്കാരി കളിയാടാൻ.
നീ കൊഞ്ചുവാൻ വന്നെങ്കിൽ പൂമാല പോലെ ഞാൻ തുടരും. അമുല്ലയും പിച്ചയും ചൂടിനീ നിന്നെങ്കിൽ പൂമണം പോലെ നിന്നെ മൂടും. തൊട്ട് മുത്തുമാലയിട്ടൊരുങ്ങ് കസ്തൂരി, എന്റെ കസ്തൂരി, അഴകിൻ ശിങ്കാരി, കളിയാടാൻ വാ വാ വാ. തൊട്ട് മുത്തുമാലയിട്ടൊരുങ്ങ് കസ്തൂരി, എന്റെ കസ്തൂരി, അഴകിൻ ശിങ്കാരി, കളിയാടാൻ വാ വാ വാ. അന്തിവയിൽ പൊന്നുതിരും ഏതൻ സ്വപ്നവുമാ വെള്ളിമുകിൽ പൂവണിയും അഞ്ജന താഴ്വരയിൽ. ശരിയടാ, ഞാൻ വിളിക്കാം. ആ സതീശു, എന്തോടാ നീ എന്താ ഇവിടെ ഇരിക്കുന്നേ? ഞാൻ തണൽ നോക്കിയിരിക്കുവാടാ. ഇവിടെ ഉച്ചി പൊള്ളുന്ന വെയിലാ, അത് എന്നിട്ടാ നീ തണലെടുത്ത് വന്നിരിക്കുന്നേ. മരത്തിന്റെ തണൽ നോക്കിയിരിക്കുവന്നല്ല ഞാൻ ശ്രദ്ധിച്ചു കാണാം. തണൽ നോക്കിയിരിക്കുവാന്ന്. തണല് നോക്കിയിരിക്കാന്നോ? ഇവിടെ നിന്നാ ഏത് ഡാമിലെ തണലാ നീ കാണുന്നേ? എടാ തണൽ ബസ് നോക്കിയിരിക്കുവാടാ ഞാൻ. ഓ തണൽ ബസ്, ഞാൻ ചുമ്മാ അടിച്ചെന്നോളൂ, ഞാനും അത് നോക്കിയിരിക്കുവാ. അടിക്കാൻ നിക്കല്ലേ? ഇല്ല എടാ, നിന്നോട് ഞാൻ പറയാൻ മറന്നുപോയി. ഞങ്ങൾ അമ്മാവന് വയ്യാതെ കിടക്കുവാടാ, അത്യാവശ്യം നിലയില്ല സത്യമായിട്ടും. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു ഭയങ്കര ടെൻഷനും വിഷമോ. ഇത്രയും നല്ല നില നിന്റെ അമ്മാവനായിട്ട് നിനക്ക് എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? സന്തോഷിക്കടാ. കുത്തി കഴിഞ്ഞോ നീ? എടാ പൊട്ട, അയാള് ചാകാറായി കിടക്കുവാണെന്ന്. അയ്യോ അതിനൊക്കെ ബ്ലഡ് കൊടുക്കുന്നത് ഞാനാ ഏറ്റേക്കുന്നത്. ഞാൻ വിശ്വസിക്കില്ല, ഇതൊക്കെ ചുമ്മാ നീ പറയുവാ. എടാ ഞാനാണ് കൊണ്ട് കൊടുക്കുന്നേ. കള്ളം പറയല്ല എന്റെ അടുത്ത്. സത്യമായിട്ടും. എന്നിട്ട് നീ എന്താ കൊണ്ടുപോകും വെച്ചേക്കുന്ന ബ്ലഡ് എന്തി? പോക്കറ്റില്ലോ? എടാ പൊട്ട, അതിനകത്ത് കുത്തി വലിച്ചെടുക്കുവല്ലേ ബ്ലഡ് നിന്റെ ശരീരത്തിനകത്തുനിന്നാ? ഇത് കൊണ്ട് കൊടുക്കാതിരിക്കുമല്ലേ ഞാനിപ്പോ എന്നെ നോക്കിയിരിക്കുവോ മാമൻ അവിടെ? പാവോടാ മാമൻ, സത്യമായിട്ട്. ഇതൊക്കെ നീ എവിടെ പോകും? എടാ എന്റെ അനിയനിപ്പം ഗൾഫിലല്ലയോ? ഞാൻ അന്ന് അവനെ വിട്ടേ. നീ പല വട്ടം ഇങ്ങനെ എന്റെ ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. നിർത്തിയേക്കണേ ഇത്, ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. എന്നാ പറ. എടാ എന്റെ അനിയൻ ഗൾഫിലല്ലയോ? ആന്നു. അപ്പൊ അവനാണെങ്കിൽ എനിക്ക് അത് കൊറിയർ വഴി എയർ ട്രമ്മില് സാധനം കൊണ്ട് തന്നിട്ടുണ്ട്. നിനക്ക് കൊണ്ട് തന്നോ? അത് പറ. എവിടെ എവിടാ? എയർ ട്രമ്മില്. എയർ ട്രമ്മല്ല. എടാ പൊട്ടാ, നീ അവിടെ കിടക്കണേ ഉള്ളോ? എയറോഡ്രോം ഒക്കെ കഴിഞ്ഞു. ഫ്ലൈറ്റ് സ്റ്റാൻഡ്. ഫ്ലൈറ്റ് സ്റ്റാൻഡോ? അതെ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇല്ലേ, ഓട്ടോ സ്റ്റാൻഡ് ഇല്ലേ, അതുപോലെ ഫ്ലൈറ്റിന് സ്റ്റാൻഡ് ഉണ്ട്, ഫ്ലൈറ്റ് സ്റ്റാൻഡ്. അങ്ങനെ വേണം പറഞ്ഞു പഠിക്കാൻ. ഞാൻ അപ്ഡേഷൻ ആയിട്ട് വരുന്നേ അല്ലേ ഉള്ളൂ. നീ എന്ന് വരാനാ? ഞാൻ വരും, നീ എന്നെ കളിയാക്കാൻ നിക്കല്ലേ. വീട് പണി പോയി. എനിക്കൊരു വീട് പണിയണമെന്നൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടടാ. ഞാൻ പണിയും. വീട് പണിയുമ്പോ നല്ല വീട് പണിയണം. എന്നാ അറിയോ, ഞങ്ങൾ അവിടുത്തെ സജി ഉണ്ടാണ്ട് അവനുള്ള വസ്തുവും വിറ്റ് എന്നിട്ട് ചെറിയ അങ്ങാണ്ട് ഒരു കോണിക്ക് 2 പടുതായും വലിച്ചു കെട്ടിയിട്ട് പാടയ്ക്ക് ഒരു ബൈക്കും എടുത്ത് വെച്ചിട്ട് വീട്ടുപേരിട്ടൊക്കെ പൂങ്കാവനം. ഇങ്ങനെ കളിയാക്കണം നിക്കല്ലേ സജി നീ കേട്ടോ. അതല്ല, നീ വീട് പണിയാൻ പോകുന്നത് ഞാൻ അറിഞ്ഞില്ല. അതെന്തുവാന്ന് പറ. എടാ അത് പ്ലാൻ വേണ്ടേ? പിന്നെ വീട് വെക്കാൻ പ്ലാൻ വേണം. അതാ ഞാൻ പറഞ്ഞ. നിന്റെ പ്ലാൻ പറ. ഞാൻ പ്ലാനൊക്കെ വെച്ച് ഞാൻ അപേക്ഷ കൊടുത്തു. ഒരു 20 ലക്ഷം രൂപ ഞാൻ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പൊ എവിടം വരെ വീട് പണി? എടാ പക്ഷെ എന്തോ ചെയ്യാനാ, 20 ലക്ഷം രൂപ ഈ പ്ലാൻ വരച്ച് ഈ 20 ലക്ഷം രൂപയും തീർന്നിരിക്കുക. അവൻ പ്ലാനിൽ അങ്ങ് പോവുകയും ചെയ്തു. ഞാൻ ഇവിടെ നിൽക്കുക ഇങ്ങനെ പ്ലാനില്. എന്തോ പ്ലാൻ പണിയാടാ ഇപ്പൊ. എന്തോ ചെയ്യാനാടാ. ഇപ്പൊ എവിടെ കിടക്കുന്നേ? ഇപ്പൊ മുമ്പേ ഞാൻ സജിയുടെ കേസ് പറഞ്ഞില്ലയോ, പൂങ്കാവനം. അവിടെ ഇപ്പം കൊള്ളാം. എന്തോ ചെയ്യാനാടാ, ഓരോ അവസ്ഥയിലാണ് ഓരോ മനുഷ്യന്. പക്ഷെ എനിക്ക് ആഗ്രഹം ഉണ്ടടാ, നമ്മൾ അംബാനിയൊക്കെ വീട് വെച്ചേക്കുന്നില്ലയോ, അതുപോലെ എലിപ്പാടുള്ള ഒരു വീട് വെക്കണം. അങ്ങനെ നീ ഒരു കാര്യം, കപ്പത്തോട്ടത്തിൽ കൊണ്ടുപോയി. കപ്പത്തോട്ടത്തിലോ? എലിയുടെ പാട് കൊണ്ട് പോട് കൊണ്ട്. എടാ പോട്ടെ, നീ എന്താ നീ ആദ്യം ആ കക്കൂസിന്റെ ഡോറ് ശരിയാക്ക്. സജിയെ എന്നെ കളിയാക്കല്ലേ നീ, ഞാൻ പറഞ്ഞാക്കാവേ. എടാ നീ എടാ ഞാനുള്ള കാര്യമല്ലേ പറയുന്നത്. മക്കളെ രണ്ടുപേരും ഇവിടെ നിൽക്കുന്നേ. അയ്യോ, ഞങ്ങള് വെറുതെ കാര്യം പറഞ്ഞാ ആണോ? വെട്ടിലെ താഴത്ത് പോണം. അവര് കാര്യം ചെയ്യും, ഞാനൊരു അത്യാവശ്യ കേസ് എടുത്ത് ഞാൻ ബ്ലഡ് കൊടുക്കാനുള്ള ആശുപത്രി കേസ് എടുത്ത് നിൽക്കുക. ഞാൻ അവനോട് ചോദിക്കട്ടെ, സതീഷാ വെട്ടിലെ താഴത്ത് പോകണമെന്നാ പറയുന്നേ. ഞാനിപ്പോ ആശുപത്രി പോവല്ലയോ, എന്തും ആ കേസ് കേട്ടൊന്നും പുള്ളി പറഞ്ഞിട്ടില്ല, പോണെന്നേ പറഞ്ഞോളൂ. നീ എന്നാ ഒന്ന് പോവാം. ഞാൻ പോവാനോ? എന്തോന്ന് അറിയില്ല, പോവോ എന്തുവന്നു. ആർക്ക് വേണ്ടി ഞാൻ എന്തിനാ പോന്നേ?
നിങ്ങൾ എന്തുവാ പറയുന്നത്? എനിക്ക് വെറ്റിലത്താഴത്ത് വരെ പോണം, വഴി കാണിച്ചു തരണം. വഴി കാണിച്ചു കൊടുക്കാൻ എന്നാ അത് ഞാൻ പറയാം. ഇതിൽ നേരെ അങ്ങോട്ട് ചെല്ലണം. നേരെ ചെന്നിട്ട് വെറ്റിലത്താഴത്തോട്ട് അങ്ങ് പോകും. അതല്ല പിന്നെന്തുവാ ഇവിടെ വെറ്റിലത്താഴത്തോട്ട് പോകാനുള്ള വഴി എനിക്ക് അവിടെ ഒരു ആവശ്യം കൊണ്ട് പോകണം. ഇയാളാ സാക്ഷി ഇങ്ങോട്ട് മാറും. ഒരു പ്രായമായ ഒരാൾ ഒന്ന് വഴി ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് തെറ്റായിട്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. വന്നേ പറഞ്ഞോട്ടെ. ഇവിടുന്ന് നേരെ പോവരുതേ, സ്ട്രൈറ്റ് പോണം. സ്ട്രൈറ്റ് പോയിട്ട് വലത്ത് തിരിയരുത്, റൈറ്റ് പോണം. റൈറ്റ് അങ്ങോട്ട് തിരിയുമ്പോൾ ഇടത്തോട്ട് തിരിയരുത്, ലെഫ്റ്റ് പോണം. അപ്പൊ ഓക്കെ ആണോ നോക്കണം. ഓക്കെ ആണെങ്കിൽ പൊക്കോണം. ഇവരെന്തുവാ പറഞ്ഞു? എനിക്കൊന്നും മനസ്സിലായില്ല. ഇവരെന്തോ ഈ പറഞ്ഞു? അവ കറക്റ്റ് വരിക പറഞ്ഞേ. അല്ലൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഒരു 1 കിലോമീറ്റർ അങ്ങോട്ട് പോകുമ്പോ വലച്ചോട്ട് മാളക്കടയുണ്ട്. പോകുന്നിടത്ത് കൊച്ചു പിള്ളേരുണ്ടോ? കൊച്ചു പിള്ളേരുണ്ട്. ഉണ്ടോ? അപ്പൊ ഒരു 300 രൂപ പലഹാരം ആ കടയിൽ നിന്ന് വാങ്ങിക്കണം. അത് എനിക്ക് എന്തിനാ പലഹാരം വാങ്ങിക്കുന്നത്? അതെന്റെ പെങ്ങടെ കടയാ. അത് കൊള്ളാം. അപ്പൊ ആ കടയിൽ കയറി സാധനം മേടിച്ചോണ്ട് അവിടുന്ന് പിന്നെ അല്ലെ അറിയത്തില്ലെങ്കിൽ ആ പെങ്ങളോട് ചോദിച്ചാൽ അവിടെ വഴി പറഞ്ഞു തരും. അതല്ലെങ്കിൽ ഈ ജംഗ്ഷൻ വഴി പോകും. അവിടെ പോവാണെങ്കിൽ മറ്റേ അവിടെ ഒരു വ്യക്തി ഇരുന്നുണ്ടല്ലോ, കപ്പ വെക്കുന്നുണ്ട്. 5 കിലോ കപ്പ മേടിച്ചോണ്ട് പോവാണെങ്കിൽ കാര്യം നടക്കും. നീ എന്താ പറയുന്നത്? പുള്ളി കപ്പ മേടിക്കുന്നേ? നിന്റെ പെങ്ങൾ മാത്രം ജീവിച്ചാ പോരെ? അവിടെ ഇരിക്കുന്ന എന്റെ അമ്മാവനോട് ജീവിക്കട്ടാ. എന്തുവാടേ നിങ്ങൾ പറഞ്ഞത്? ഈ വഴി കാണാൻ പറഞ്ഞു തരുമോ? എനിക്ക് വഴി പറഞ്ഞോളൂ. എനിക്ക് വേറെ ആവശ്യത്തിന് പോകാനുള്ളത്. ഒരു കാര്യം ചെയ്യ്. ഇപ്പൊ തൽക്കാലം ഞാൻ പറയുന്ന ഒരു വഴി കൂടാൻ പോകും. ഇവിടെ നേരെ പോവുക, നേരെ വരും. അത് അതിന്റെ ഒരു പരിപാടി. അപ്പൊ സത്യം പറഞ്ഞാൽ എടാ പറഞ്ഞു കൊടുക്കാവുന്ന വഴി. എനിക്ക് പറ്റൂല. എനിക്ക് പോകാൻ ഞാൻ പറഞ്ഞ അനിയ സാധനം കൊണ്ട് വന്നോണ്ടിരിക്കും. എനിക്ക് അങ്ങോട്ട് പോകണ്ടേടാ. ഇവിടെ ഞാൻ ആശുപത്രി പോകണ്ടേ ബ്ലഡ് കൊടുക്കാന്? എന്നെ കൊണ്ട് പറ്റത്തില്ല. എനിക്ക് ഇവിടെ സാധനം മേടിക്കാൻ പോകാനുള്ളതാ. ചേട്ടാ എന്തോ ചേട്ടാ ഇനിയിപ്പോ ഒരു പുള്ളി വന്ന് കീഴെ കയറി സുന്ദരനു സൂര്യനു ഇന്ദിരനു എൻ ചന്ദ്രനു എന്നുവരും മമ മന്ദിരത്തിൽ ഹിന്ദു കലാധരനെൻ കാന്ത. അത് കണ്ടോ? നല്ലൊരു ചെല്ലക്കിളി. ഞാൻ ഇച്ചിരി വൈകിപ്പോയി. എന്തുകൊണ്ട് ചെല്ലക്കിളി? ചെല്ലക്കിളി അല്ല, പൈങ്കിളി. പൈങ്കിളിയാണ്. എന്റെ മോളാ. അത് ശരി. കൈമ്പിളി. കൈമ്പിളി. പൈങ്കിളി. പൈങ്കിളി. പൈങ്കിളി അച്ഛന്റെ മോളാ. എന്റെ മോളാ. എന്റെ പേര് എടുത്തെടുത്ത് പറയുന്നത്. ചേട്ടൻ എന്നെ എങ്ങനെ അറിയാം? എന്റെ പേരൊക്കെ എങ്ങനെ അറിയാം? ഇപ്പൊ അമ്മാനല്ലേ പറഞ്ഞു? ഞാനല്ലേ ആ പേര് പറഞ്ഞു കൊടുത്തത്. എന്തിനാ പഠിക്കുന്നേ? ഞാൻ PG-ക്കാ. PG-ക്കോ? ഞാനും അതാ പഠിച്ചേ. അയ്യോ ചേട്ടൻ PG-ക്കാരനാണോ? PG അല്ല, ഞാൻ പഠിച്ചത് 74-ലാ. 74-ലോ? 27-ല്. അപ്പൊ ഞാൻ പഠിക്കുമ്പോ അത് GP ആയിരുന്നു. GP ആ മലയാളം ക്ലാസ്. ഞാൻ ഇപ്പോഴും ആ പാഠം ഓർക്കും കേട്ടോ. അപ്പൊ അതിന് മലയാളത്തിൽ ഒരു പാട്ടുണ്ടായിരുന്നു. പല പല നാളുകൾ ഞാൻ ഒരു പുഴുവായി. അത് അത് വലിയൊരു സാറുണ്ട്, ചാക്കോ മാഷ്. എനിക്കറിയാം ചാക്കോ മാഷിനെ. എനിക്കറിയാം. നിനക്ക് അറിയാം? ഞാൻ വഞ്ചി ടീച്ചറുടെ ക്ലാസ്സിലുണ്ടായിരുന്നല്ലോ. അങ്ങനത്തെ ക്ലാസ്സിന്റെ പരിപാടി നടത്തിയായിരുന്നു. അത് മടുത്തു. ഇനി അത് വേണ്ട. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് PG നല്ല ക്ലാസ് കേട്ടോ. എന്ത് തീരും ക്ലാസ്? അത് ഇനിയിപ്പോ 1 വർഷം കൂടെ ഒക്കെ ഉണ്ട്. 1 വർഷം കൊണ്ടുണ്ടോ? ഞാനും സ്കൂളിൽ പഠിച്ചിട്ടുണ്ടേ. കണ്ടാ പറയത്തതേ ഇല്ല. എന്തുവാ പഠിച്ചിട്ടുണ്ടെന്ന്? അല്ല, ഞാൻ സത്യം പറയാം, പഠിച്ചിട്ടുണ്ട്. ഞാൻ പഠിച്ചത് PC ആയിരുന്നു. നീ PC പഠിച്ചതല്ല, PC നിന്നെ പിടിക്കുമായിരുന്നു പോലീസ്. കേട്ടോ, കളിയാക്കല്ലേ എന്നെ. അവൻ PC പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടെന്ന്. ഇവിടെ പോവാ, അങ്ങോട്ടൊന്നും മാറി നിൽക്കരുത്. അല്ല, അമ്മാവനെ വഴി കാണിക്കണ്ടേ? ഈ വെറ്റിലത്താഴത്ത് പോകാനുള്ള വഴി കൊണ്ട് കാണിക്കാം. എന്തിന്? വെറ്റില താഴത്ത് പോകുന്ന വഴി മുമ്പേ നീ പറഞ്ഞ് തെറ്റിച്ചില്ലേ? ഞാൻ പറഞ്ഞു കൊടുക്കാം. ഞാൻ ഓട്ടോക്കാരനെ വിളിച്ച്. ഓട്ടക്കാരൻ സുരേഷിനെ വിളിച്ചേ. ഏമാ ഞാൻ ചോദിക്കുന്നത്, മോള് PC എന്താ പഠിക്കുന്നേ? PG. ഇപ്പൊ ആട്ട വരും കേട്ടോ. സുരേഷ് ആട്ടം കൊണ്ട് വരും. നമ്മൾ 3 പേര് പോവാ. അപ്പൊ നീ എങ്ങനെ വരും? ഞങ്ങൾ 3 പേര് പോകും. നീ എങ്ങനെ വരും? ഞങ്ങൾ 3 പേരെ പോകുന്നുള്ളൂ. അപ്പൊ ഞാൻ വരുന്നില്ലേ? എടാ, നീ ഇത് കൊണ്ട് ബ്ലഡ് കൊണ്ട് കൊടുക്കാൻ പോവല്ലോടാ. ഏത് ബ്ലഡ്? എനിക്കിപ്പോ അതിന്റെ അത്യാവശ്യമൊന്നുമില്ല. ഞാൻ നിന്നോട് നീ വന്നേ, ഞാൻ അത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഞാൻ ബ്ലഡ് കൊടുക്കാൻ പോയിരുന്നില്ലയോ? അമ്മാവൻ മഹാപന്നനാ. എനിക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ല, ഞാൻ ബ്ലഡ് കൊണ്ട് കൊടുക്കാൻ പോ. അല്ല, ഞാൻ ഇവരെ കൊണ്ട് പോണ്ടേ? അനിയന്റെ മറ്റേ സാധനം കൊണ്ട് വരും. ഞാൻ ഇവരെ കൊണ്ട് പോയിട്ട് വരത്തില്ലേ? ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ, 2 പേനയും 2 പെൻസിലും അവൻ കൊടുത്ത് വിടുന്നേ. അത് എന്താ ഞാൻ വാങ്ങിക്കാൻ പോന്നേ? മേടിക്കാൻ കിടത്തില്ലയോ? അല്ല, അന്ന് ആ സാധനം എനിക്ക് ഞാൻ എടുത്തോട്ടെ. നീ എടുത്തു. എന്നാലും നീ അവിടെ പോവുകയല്ല. ഞാൻ കൊണ്ടുവിടാൻ പോവാൻ പറ്റില്ല താഴത്തേക്ക്. ശരിയാകത്തില്ല കേട്ടോ. എനിക്ക് അവരെ കൊണ്ട് പോകണം. അച്ഛാ, എന്തായാലും ചേട്ടന്മാർ ഓട്ടോയിലോ എടുത്തോ എങ്ങനായാലും അച്ഛനെ വീട്ടിൽ കൊണ്ടുവന്നാക്കാം. എനിക്ക് ഇപ്പഴാ ഒരു സമാധാനം. ഒന്ന് സൂക്ഷിച്ചു കൊണ്ടുപോയേക്കണേ. എന്നാ അങ്ങോട്ട് പൈങ്കിളി വരുന്നില്ലേ? പൈങ്കിളി വരുന്നില്ല. അവളെന്നെ കൊണ്ടാക്കാൻ വന്നതാ. ഞാനേ വരുന്നുള്ളൂ. നീ ഓട്ടോക്കാരനെ വിളിച്ചു പറയാൻ വരണ്ടെന്ന് പറ. സുരേഷേ, നീ വണ്ടി അണയ്ക്കോ? വണ്ടി അണക്കല്ലേ?
എടാ ഇത് പൈസ ഇല്ലാത്ത ഓട്ടോ, നീ വരണ്ട. വെക്ക്. അതെ, ഞാൻ പറയാൻ മറന്നുപോയേ, എനിക്ക് ബ്ലഡ് കൊടുക്കാൻ പോണം. എടാ ഞാൻ നിന്നോട് പറയാൻ മറന്നുപോയി. എനിക്ക് എന്റെ അനിയൻ ഇപ്പൊ ഗൾഫിൽ നിന്ന് സാധനം കൊണ്ട് വരുമല്ലയോ, എനിക്ക് അത് മേടിക്കാൻ പോണ്ടേ. പിന്നെ നമ്മളെന്തിനാ അവിടെ നിൽക്കുന്നേ? അതോ ഞാനും ആലോചിക്കുന്നത് വരാൻ നോക്ക്. ഞാൻ എവിടെ പോകാനാ? അമ്മ ഒരു കാര്യം ചെയ്യാം, റോഡിന് നടുക്കോട്ട് അങ്ങോട്ട് കയറി നിൽക്കും. അവിടെ നിന്നാല് അവിടെ നിന്ന് കഴിഞ്ഞാൽ അമ്മാവനെ എന്തുവാടാ ഇത് പറയുന്നത്? അടുത്തത് ഒരു എന്താ പറയാ, രണ്ട് പില്ലേഴ്സ് അല്ലെങ്കിൽ രണ്ട് ലെജൻഡ്സ് ഒരുമിച്ച് ഈ ഒരു സ്റ്റേജിൽ വരുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ഒരു ട്രൂലി ബ്ലസ്ഡ് മൊമെന്റ് ആണ്. ഒരു വലിയ കൈഡിയോടുകൂടി നമുക്ക് വെൽക്കം ചെയ്യാം നമ്മുടെ സ്വന്തം ശ്രീ MG ശ്രീകുമാർ ആൻഡ് ശ്രീ മധു ബാലകൃഷ്ണൻ. ഞാൻ രണ്ടുപേരുടെ പേര് വിളിച്ചപ്പോഴും രണ്ടുപേരും ഇദ്ദേഹം ആദ്യം പോകുന്നു രണ്ടുപേരും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങൾ പ്രേക്ഷകർക്ക് അറിയാത്തൊരു സുഹൃത്ത് ബന്ധത്തെ പറ്റിയിട്ട് പറയുമോ, നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് തുറന്നു പറയണോ? ഇതുവരെ പ്രേക്ഷകർക്ക് അറിയാത്തൊരു കാര്യം തുറന്നു പറയണം. അപ്പൊ എല്ലാരും TV ഒന്ന് ഓഫ് ചെയ്തോളാം പറ. സാറിന് അത്രയും പറയാനുണ്ടെന്ന് തോന്നുന്നു. അല്ല, ഞങ്ങള് തമ്മില് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല എന്ത് പറയുന്നു. ഇത് ചോദിച്ചപ്പോ മുതൽ മധുചേട്ടൻ ചിരിച്ചോണ്ടേ ഇരിക്കുകയാണ്. അതിൽ എന്തോ ഉണ്ടല്ലോ ഉള്ളിന്റെ ഉള്ളിൽ. ഒന്നുമില്ല. മധുവിന്റെ ഹൃദയം ഇവിടെ ഉണ്ട്, എന്റെ ഹൃദയം മധുവിന്റെ അത് നേരത്തെ എനിക്ക് മനസ്സിലായി. ആദ്യം ആര് പോണെന്നുള്ള ഒരു കൺഫ്യൂഷൻ. ലാസ്റ്റ് രണ്ടുപേരും ഒരു കാര്യം ചെയ്യാം, ലക്ഷ്മിയുടെ കാര്യം പറയും. അല്ലേ മധു? അതാണ് ഞങ്ങൾക്ക് അറിയണ്ടേ. ഇപ്പൊ ഏതുവരെ എത്തി? എന്തെങ്കിലും ഒരു തീരുമാനം ആയോ? ഞാൻ തീരുമാനാക്കി പറയട്ടെ. ഈ ഒരു ഹൃദയം ഇവിടെയും ഈ ഒരു ഹൃദയം ഇവിടെയും. അത് വേണ്ട. ലക്ഷ്മി എവിടം വരെയായി? അതാണല്ലോ ജനത്തിന് അറിയേണ്ടത്. നമ്മൾ ഇന്ന് ഇവിടെ വന്നിരുന്ന ഈ എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്വന്തം യൂട്യൂബ് ചാനലിൽ എയർലാക്ക അതാണ് എന്റെ ട്രെൻഡ്. അത് ഞാൻ എക്സ്ക്ലൂസീവ് ആയിട്ട് ഞാൻ ചോദിക്കുന്നേ. അല്ലേ മധു, നമ്മളൊരു ഇത് കേട്ടല്ലോ, എന്ത് കേട്ടല്ലോ? വിവാഹിതയാകാൻ പോവാ. ഇതുവരെ ഇല്ല. ഇതുവരെ ഇല്ലാന്നറിയാം. ഞാൻ ചോദിച്ചോ അല്ല ചോദിക്ക, സംശയം കിട്ടിയ അവസരമാണ്. ഞാനല്ലേ പറയുന്നത്. അങ്ങനെ എക്സ്ക്ലൂസീവിൽ ഉണ്ടെങ്കിൽ അത് ലക്ഷ്മി നക്ഷത്ര ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഒരു ഹിന്റ് വേണ്ടേ മധു? അല്ലല്ല, എനിക്ക് കാര്യം മനസ്സിലായി. കണ്ടന്റ് ക്രിയേഷന്റെ കാര്യത്തിൽ ഇവരും അതേ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം സോഷ്യൽ മീഡിയയില് നമ്മളിപ്പോ റീൽസ് അധികം ഇടുന്നില്ല, പക്ഷെ ഇവിടെ റീൽസ് കാണിച്ചു തരാം. എനിക്ക് ഭയങ്കര കോമ്പറ്റീഷൻ ആയിട്ടുണ്ട് കേട്ടോ രണ്ടുപേരും. പ്ലീസ് ഇത് കണ്ടിട്ട് നിങ്ങൾ പ്രേക്ഷകർ പറയണം ഞാനാണോ ഔട്ട്ഡേറ്റഡ് ഇവരാണോ അപ്ഡേറ്റഡ് എന്നുള്ളത് കേട്ടോ. കാരണം ഇവരാണ് അപ്ഡേറ്റഡ്, ഞാൻ വിട്ടുകൊടുത്തു. സത്യത്തിൽ നടന്നൊരു കാര്യം പറയട്ടെ. ഈ കുട്ടികളൊക്കെ പാടിക്കൊണ്ടിരുന്നപ്പം നമുക്ക് രണ്ടുപേർക്കും കുറെ നേരം ഇരുന്നപ്പോഴും കാലിനൊരു ഇത് വന്നപ്പോ ജസ്റ്റ് ഒരു എക്സസൈസ് ചെയ്യാൻ വേണ്ടി അല്ലല്ല പറയുന്ന കേൾക്കൂ, ഒരു എക്സസൈസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇന്നപ്പോ റിവ്യൂ പറഞ്ഞു ഒരു ലേറ്റസ്റ്റ് പാട്ട്. എന്റെ ഗുരുവായൂരപ്പനാണോ സത്യം, ഞാൻ അന്നാണ് ഈ പാട്ട് ആദ്യമായിട്ട് കേൾക്കുന്നത്. നമ്മൾ രണ്ടുപേരും. അപ്പൊ ഞങ്ങളുടെ പുറകെ ഒന്ന് നിക്കാവെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അപ്പൊ നിക്കാം. എന്ത് ചെയ്യണം? ഈ എന്ന് വരുമ്പോഴത്തേക്ക് അന്ന് അങ്ങനെ നാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ശ്രദ്ധിക്കാതിരുന്നു, അങ്ങനെ നാക്കി പോയി. പക്ഷെ ഇത് പോയ പോക്കുണ്ടല്ലോ, മില്യൻസ് ആൻഡ് മില്യൻസ് ആയിട്ടുള്ള ഒരു പോക്ക്. ഇപ്പൊ നമ്മള് ഒരു തീരുമാനത്തിൽ ഡെയിലി ഇറക്കുന്നത് നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം. ഇത് കൂടാതെ പ്രിമി ചേച്ചിനെ മാത്രം കൂടി അങ്ങനെ റീൽ ചെയ്യുള്ളൂ. അങ്ങനെയാണെങ്കിൽ ലേഖ ചേച്ചിക്ക് ചെറിയൊരു വിഷമമുണ്ട്. ലേഖ ചേച്ചി റീൽ ചെയ്യണം, മനസ്സിലായി, ചേച്ചി വന്നോളൂ. അതുപോലെ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് ജോയിൻ ചെയ്യൂ പ്ലീസ്. നമ്മളിത് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതോ അവർക്ക് വിഷമമുണ്ട്? ഇല്ല, അവർക്ക് ഒരു വിഷമവും വരാൻ പോയതാ. മക്കളെ ഇവരുടെ ചോദിച്ചാൽ അറിയാം. പിള്ളേരെ ഏതാ ഇപ്പോഴത്തെ വൈറൽ സോങ്? വരൂ. എന്ത് ചെയ്യാൻ പോവാ? ഏത് പാട്ട്? അങ്ങുവാനക്കോണില് പാട്ടിട്ട് തരാം, അഭിനയിച്ചാ മതി. അഭിനയം മാത്രമല്ല ഡാൻസും. ഓക്കെ, റെഡി? നമുക്ക് നിക്കാം. മിന്നി നിന്നൊരമ്പിളി അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ അങ്ങ് നീലത്തുരുത്തില് നീർപ്പരപ്പിൽ
വെരി നൈസ് സൂപ്പർ. അവൾ എടുത്ത അറ്റംപ്റ്റ് ചെയ്യാൻ എടുത്ത ആ ഒരു അതെ effort ധൈര്യം. ഉണ്ടല്ലോ. അതെ അതെ. എന്തായാലും ഓക്കെ താങ്ക് യു മോളെ. മധുചേട്ടനും എം ജി സാറും വിചാരിച്ചു എല്ലാത്തിനും അങ്ങനെ ഞങ്ങൾക്ക് മില്യൻസ് കിട്ടണ്ട, ഞങ്ങൾക്ക് കണ്ണു പറ്റുന്നുള്ളതുകൊണ്ട് അവർ സ്ട്രാറ്റജിക്കൽ മൂവ് ആയിരുന്നു. അത് കാരണം ഇവർ തമ്മിലുള്ള സുഹൃത്ത് ബന്ധം എന്താന്നുള്ളത് ഒരു സോങ്ങിലൂടെ ഇനി നമുക്ക് ആസ്വദിക്കാം. Yes. അങ്ങനെയാണോ? അല്ല അങ്ങനല്ല, ഇച്ചിരി എപ്പോഴും നമ്മളെ സുഹൃത്തുക്കളല്ലല്ലോ. ഇടയിൽ ഇനിയിപ്പോ പാടാൻ പോണതിൽ ഇത്തിരി പ്രശ്നമാവും അല്ലേ? ഞങ്ങൾ ഇച്ചിരി അടിയാവും. ഓക്കെ, അതുവരെ ഫ്രണ്ട്ഷിപ്പ് ആ പാടി തുടങ്ങിക്കഴിഞ്ഞാൽ വേറെ ലെവലാ. രാവിലെ പാട്ട് മത്സരമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കാവിലെ പാട്ട് മത്സരത്തിന് ബാക്കി നമുക്ക് കാണാം. കൂടുന്നോ? ഇല്ല. പടകാളി ചണ്ടിച്ചങ്ങരി പോർക്കിലി മാർക്കിലി ഭഗവതി അടിയനി തലിവോടിന്നിത്തിരികനിയണവേ പറമേളം ചെണ്ടച്ചെങ്കുല തൊത്തിരി മത്തള മരമണികളികളെ പടതാളം നക്കിടകടതകതാ ചുവടുകളിൽ ഒടിയോടിയുടെ പിഴയതേ അമ്മ അടവുകളുടെ ചുടുപക്കട ദൂരണം ഒരുവരമിനി അതിരണമേ ഒതുങ്ങി പതുങ്ങി ചൊതുങ്ങി ചുരുങ്ങി വണങ്ങി കുടുങ്ങും മടുങ്ങൻ തലങ്ങും വിലങ്ങും കുരുങ്ങി പരുങ്ങി ഹയ്യേ ഈ മരമണിയിൽ ഞാനെതിരല്ലട പോകും. കുന്നും മേലഞ്ചാരത്തില്ലത്തെലിപ്പിലി കടലുകളൊരു കുഞ്ഞിത്തൈ വച്ചാരോ കുന്നിത്തൈ മേലെ അന്നന്തിക്കിടയിലടക്കിയ ചൂചെന്നപ്പം മാങ്ങാപ്പഴം തൊലിയൊടുതൊരു തൊലിയിലൊരു കുഴവി ഒയ് അമ്മ ഹൊയ് ഹൊയ് കുഴവിയിലൊരു പതുകിഴവികളാണ് കൊടു ചറപറ ചറപറ ഇടിയിടിയോ ഇടിച്ചും പിടിച്ചും വലിച്ചും തൊഴിച്ചും വാ കളിക്കും നുറുക്കും തെറുക്കാം മെതിച്ചും ചതച്ചും മുരിച്ചും തൊലിച്ചും വാ കുരുമുളക് ഒരു പൊടി അരപൊടി വിടരവിടും. അടിതെറ്റിപ്പത്തു എല്ലേ ഉയ്യാനേ നിന്നിഷ്ടം തന്നിഷ്ടം തകതിന്താരൂ പിടകാണെ പിടയ്ക്കും പൂഞ്ചാവൽ കൂടിത്താൻ പിന്നാലെ കുറുക്കൻ തെയ്യന്താരോ ആനത്തടിയനും ആനക്കുടയനും ആനത്തൊടിയിൽ നിലയില്ല അമ്പാടിച്ചൊരു തവളക്കുഞ്ഞിനെ തരയേറ്റം വരെ അയ്യയ്യാ അല ഇവിടെ ഇരിക്കുമ്പോ മാനൊരു നനങ്ങല്ലടാ മടി കൂടെ തടി കിട്ടാൻ ഒരു മെട്ട് നടക്കല്ലടാ ഒരു കൈ പൊരുതാം കരവീരറിയാം തുണിയോടിതിലെ എതിരെ ഇടയാം പടിയാ പടയാ പാടാ കുഴിപടിയാ പടകാളി ചണ്ടിച്ചങ്കരി പൊക്കലി മാർക്കലി ഭഗവതി അടിയനി അലിവോടിന്നിത്തിരികനിയണമേ പറമേളം ചെണ്ടച്ചെങ്കുല തൊത്തിരി മത്തള മരമണികണികണി പടതാളം തക്കിടകടതകതാ ചുവടുകളിനി ഒതിഞ്ഞുടയുടെ പിഴയരുതേ ഹൊയ് അമ്മ ഹൊയ് ഹൊയ് അടവുകളുടെ ചുടുപകരണം ഒരുവരമിനി അതിരണമേ ഒതുങ്ങി പതുങ്ങി ചുതുങ്ങി ചുളുങ്ങി വണങ്ങി കുളുങ്ങും മടുങ്ങൻ തലങ്ങും വിലങ്ങും കുരുങ്ങി പരുങ്ങി ഹയ്യേ ഈ മരമണിയിൽ ഞാനെതിരില്ലട പോ ആവോ ഭൂമി തുറന്നു നീ അപ്പുറം പോയിടി വൈഡൂര്യ കൊട്ടാരം കപ്പം കെട്ടാം വൈഡൂര്യ കൊട്ടാരം സ്വപ്നത്തിൽ കെട്ടാനും വഴിയില്ലാത്തോനെന്തും വീമ്പിളക്കാം കാണാൻ പോകണ പൂരം ചൊല്ലണ ധാരാടമ്പട കുഞ്ചാടി നീയോ നിന്റെ പകർപ്പോകാശക്കാരോ ചൊല്ലണ കൂത്താളി ചൊട്ടച്ചാൻ ദൂരം ചാടും കൊക്കോ കോഴിച്ചാത്തന് മാനം മുട്ടാൻ മോഹം കണസാ കൊണസാ പറയാതരിവേ കണിച്ചം പിടിയും തകിടും മറിയും പൂവേ മുറ പറയാൻ സുറ പറയാൻ തയ്യനമുണ്ട് പൊങ്ങച്ചം അടി പറയാൻ അവതയിടാൻ മടയനു ചെറ്റത്തരമുഖ ജഗമ മനസ്സിൽ വേ മടിയില് വേ യമതരിയാ മരമടിയാ തടിയാ മടയാ ഇടിയാ പൊടിയാ ചെറുതേ പോയി പതേട്ടരവും പിഴയും നേരം മുഴുകൊണ്ടുരിയും പറയും കെട്ടുപെടാ പടകാളി ചണ്ടിച്ചങ്കരി പോർക്കലി മാർക്കലി ഭഗവതി അടിയനി അലിവോടിന്നിത്തിരികനിയണമേ പടകാളി ചണ്ടിച്ചങ്കരി പോർക്കലി മാർക്കലി ഭഗവതി അടിയനി അലിവോടിന്നിത്തിരികനിയണമേ
നമുക്ക് ശ്രീഹരിയുടെ ഒരു പെർഫോമൻസ് ആണ് കേട്ടോ വരാൻ പോണേ. എൻജോയ്. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടേന്ന് എന്റെ പുന്നാരേ, മാമ്പഴമാകട്ടേന്ന്. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ പുന്നാരേ, മാമ്പഴമാകട്ടേന്ന്. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ പുന്നാരേ,
പൊള്ളിച്ചു ചാടിയ തങ്കമ്മേ എന്റെ വരകം പച്ചിനോട് കങ്ങിട്ടടി തങ്കമ്മേ വെറുതന്റെ പൊള്ളിച്ചും ചാടിയ തങ്കമ്മേ എന്റെ വരകം പച്ചിനോട് കങ്ങിട്ടടി തങ്കമ്മേ ആണിന്റെ മണവും കാക്കണതരടി തങ്കമ്മേ ഇത് വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ ആണിന്റെ മണവും കാക്കണതരടി തങ്കമ്മോ ഇത് വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ ആ വരുത്തന്റെ പൊള്ളിച്ചും ചാടിയ തങ്കമ്മേ എന്റെ വരക്കം പച്ചിനോട് കങ്ങിട്ടൊടി തങ്കമ്മോ ആണിന്റെ മനവും കാക്കണതരടി തങ്കമ്മോ ഇത് വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ അമ്മായിയുടെ മോളെ ഞാൻ നിക്കാക്ക് ചെയ്തിട്ടാകെ കുഴപ്പത്തിലായി അവള് കാലത്തെ നിൽക്കൂല മുറ്റമടിക്കൂല വല്ലും കൂടി നിൽക്കൂലെന്ന് അമ്മായിയുടെ മോളെ ഞാൻ നിക്കാക്ക് ചെയ്തിട്ടാകെ കുഴപ്പത്തിലായി അവള് കാലത്തെ നിൽക്കൂല മുറ്റമടിക്കൂല വല്ലും കൂടി നിൽക്കൂലെന്ന് മുറ്റമടിക്കാനായി ചൂലെടുത്താൽ അവൾ നടന്നോണ്ടുറങ്ങും ചേട്ടാ മുറ്റമടിക്കാനായി ചൂലെടുത്താൽ അവൾ നടന്നോണ്ടുറങ്ങും ചേട്ടാ തല്ലാനോ പാടില്ല കൊല്ലാനോ പാടില്ല മാമാന്റെ മോളായിപ്പോയി അങ്ങനെ തല്ലാനോ പാടില്ല കൊല്ലാനോ പാടില്ല മാമാന്റെ മോളായിപ്പോയി അമ്മയുടെ മോളെ ഞാൻ നിക്കാക്ക് ചെയ്തിട്ടാകെ കുഴപ്പത്തിലായി അവള് കാലത്തെ നിൽക്കൂല മുറ്റമടിക്കൂല വല്ലും കൂടി നിൽക്കൂലെന്ന് പെണ്ണിന്റെ പഞ്ചാര പുഞ്ചിരി കട്ടം കണക്കിന്റെ കച്ചവടം പെണ്ണിന്റെ പഞ്ചാര പുഞ്ചിരി കട്ടം കണക്കിന്റെ കച്ചവടം അന്നത്തെ ചന്തല കച്ചവടം പെണ്ണിന്റെ കൊട്ടല മീനായി അന്നത്തെ ചന്തല കച്ചവടം പെണ്ണിന്റെ കൊട്ടല മീനായി ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള ഈ കാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലി കറി മീൻ ചമീന് പെണ്ണിന്റെ കൊട്ടയില് നെയ്യുള്ള പടക്കണ മീനാണേ മിനുങ്ങൊണ്ടഞ്ചറു കട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ മിനുങ്ങൊണ്ടഞ്ചറു കട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ നേരം പോയി മീനും ചിനെ എന്നത് കച്ചവടം വെള്ളത്തിലായി നേരം പോയി മീനും ചിനെ എന്നത് കച്ചവടം വെള്ളത്തിലായി ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മീനാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലി കറി മീൻ ചമ്മീന് പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പെടക്കണ മീനാണേ പെണിച്ചിരിക്കണ കണ്ണന്റെ കച്ചവടമല്ല കാശും പോയി പെണിച്ചിരിക്കണ കണ്ണന്റെ കച്ചവടമല്ല കാശും പോയി ചന്ദന ചൊപ്പുള്ള പെണ്ണ് ചതിക്കണ കാര്യം നേരാണേ ചന്ദന ചൊപ്പുള്ള പെണ്ണ് ചതിക്കണ കാര്യം നേരാണേ ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള ഈ കാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലി കറി മീൻ ചമ്മീന് പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പെടക്കണ മീനാണേ ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള ഈ കാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലി കറി മീൻ ചമ്മീന് പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പെടക്കണ മീനാണേ അടുത്ത പാട്ട് ഞാൻ നമ്മുടെ ഒരു കൊച്ച് ചെപ്പടി കുഞ്ഞുമായിട്ട് പാടാൻ പോവാം. വേറെ ആരുമല്ല, നമ്മുടെ എല്ലാം സ്വന്തം മേഘന. எப்படி இருக்கு? நல்லா இருக்குங்க. நல்லா இருக்குங்களா? இப்ப மദ്ராஸ்லயா அதா கேரளத்திலயா? மദ്ராஸ்ல அது பார்டர்ல கோயம்புத்தூர். ஓ கரெக்ட், ரொம்ப பிரில்லியன்ட். இந்த பார்டர்ல போட்டுருக்கு. மலையாளம் பாடணும் இங்க வரும், தமிழ் பாடணும் அங்க போகும். அங்க போகும். எவ்வளவு பாஷை தெரியும்? மலையாளம், தமிழ், தெலுங்கு தெரியுமா? தெலுங்கு பேச தெரியாது. பேச தெரியாது, ஆனா பாட்டு பாடிருக்கேன். ஹிந்தி அதெல்லாம் நானும் பாடும். പക്ഷെ എനിക്ക് ഒരു ഭാഷയും தெரியாது. തമിഴും മലയാളം தெரியும், തമിഴ് കൊഞ്ചം தெரியும். ஆனா உங்களோட ப்ரொனன்சியேஷன் നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. அப்படியா? വലിയ ഉപകാരം സാർ. இந்த மாதிரி ஒரு அப்ரிசியேஷன் எனக்கு இந்த 45 ഇയേഴ്സാ കിടക്കല്ലേ. ചുമ്മാ പറഞ്ഞു കുഞ്ഞേ. അപ്പൊ ഇവള് തകർക്കാൻ പോവാണ്. ഞങ്ങൾ പാടുന്ന പാട്ട് ഏതാ പറ? മീനവേനലിൽ. ചിത്രം കിലുക്കം അല്ലേ? ഞങ്ങൾ രണ്ടും കൂടെ കിലുക്കാൻ പോവാ.
നീലവേനലിൽ രാജകോകിലേ അലയൂ നീ അലയൂ ഒരു മാമ്പൂ തിരയൂ വസന്തകാലജാലകം മനസ്സിലിനിയും തുറക്കൂ സൂര്യസംഗീതം മോഹമാക്കും നിൻ വാരിളം ചുണ്ടിൽ ഈണമാകാം ഞാൻ കോകിലേ അലയൂ നീ അലയൂ ഒരു മാമ്പൂ തിരയൂ വസന്തകാലജാലകം മനസ്സിലിനിയും തുറക്കൂ മന്ദരാവിൽ മാഗന്ധമായൻ ജീവന്റെ ജീവൻ തേടുന്നു നിന്നെ വന്നിതിലൊരു തണുവണി മലരിലെ മധുഗണം നുകരണമിളം കിളിയേ നീലവേനലിൽ രാജകോകിലേ കടമിഴിയിൽ കമലദളം നടന്നാൽ പുലരിമഴ കടമിഴിയിൽ കമലദളം കവിളിണയിൽ സിന്ദൂരം നടന്നാൽ പുലരിമഴ പൂഞ്ചുടിയിൽ പുന്നാരം കടമിഴിയിൽ കമലദളം കവിളിണയിൽ സിന്ദൂരം നടന്നാൽ പുലരിമഴ പൂഞ്ചുടിയിൽ പുന്നാരം കമ്മലിടും പൂത്താരങ്ങൾ സഖിമാര എന്നോട് തണഞ്ഞു നിന്നു. കടമിഴി
പുലരിമഴ കടമിഴിയിൽ കമലദളം കവിളിണയിൽ സിന്ദൂരം നടന്നാൽ പുലരിമഴ പൂഞ്ചൊടിയിൽ പുന്നരം കടമിഴിയിൽ കമലദളം കവിളിണയിൽ സിന്ദൂരം നടന്നാൽ പുലരിമഴ പൂഞ്ചൊടിയിൽ പുന്നാരം
വണ്ടർഫുൾ പെർഫോമൻസ്. ഒരു വലിയ കൈഡി ശ്രുതിയുടെ ഒരു പെർഫോമൻസിനായിട്ട് കൊടുക്കാണ്. ഒരു കളർഫുൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു തകർപ്പൻ പെർഫോമൻസ് ആയിരുന്നു. സോ എന്ത് തോന്നുന്നു നമ്മുടെ ഫ്ലവേഴ്സ് ഫാമിലിയിൽ ഇങ്ങനെ ഇൻ ബിറ്റ്വീൻ എപ്പോഴും നമ്മുടെ ഫാമിലി മെമ്പറായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ? തീർച്ചയായിട്ടും എനിക്ക് ഫ്ലവേഴ്സിന്റെ ഫസ്റ്റ് പ്രോഗ്രാമിന് വരുന്ന ഒരു ഫീലാണ് ഇപ്പോൾ വരുമ്പോഴും. എന്നും ഫ്രഷ്. യെസ്, കുറേ ഡാൻസ് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എപ്പോൾ ചെയ്യുമ്പോഴും എന്തെങ്കിലുമൊക്കെ വെറൈറ്റി കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. നല്ല പെർഫോമൻസ് ദൈവം സഹായിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഹാപ്പിയാണ്. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഇനിയും ഒരുപാട് പെർഫോമൻസസ് ശ്രുതിയുടെ ഭാഗത്തു നിന്ന് നമ്മൾ എല്ലാവരും പ്രേക്ഷകരും വെയിറ്റ് ചെയ്യാണ്. സോ വീണ്ടും കാണാം. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. അടുത്തായിട്ടൊരു ഫാസ്റ്റ് നമ്പർ സോങ്ങിലേക്കാണ് നമ്മൾ പോവാൻ പോകുന്നത്. ആൻഡ് ഈ ഫാസ്റ്റ് നമ്പർ പാടാനായി എത്തുന്നത് മറ്റാരും അല്ല, നമ്മുടെ സ്വന്തം ജോൾസിനെയാണ്. ജോൾസിന്റെ ഏതാ സോങ് എന്നറിയാം? നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി നമ്മളൊന്ന് ഗുജറാത്ത് വരെ പോയിട്ട് വരാം കേട്ടോ. ഏതാന്നുള്ളത് ജസ്റ്റ് ഈ ഒരു ക്ലൂ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എൻജോയ്. നീലക്കാത്ത മേള
ക്ലോക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സമയം ഇന്ന് ഓടിപ്പോണ പോലെ തോന്നുന്നുണ്ടാവും കേട്ടോ. ഇഷ്ടപ്പെട്ട പെർഫോമൻസ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റുകളൊക്കെ നമ്മൾ കാണുമ്പോൾ അവരുടെ പെർഫോമൻസിൽ ഇങ്ങനെ ലയിച്ചിരിക്കുമ്പോൾ സമയം പോകുന്നത് നമ്മൾ അറിയില്ല. ഏതായാലും കലാശക്കോട്ടിലേക്ക് നമ്മൾ ഇങ്ങനെ കിടക്കുകയാണ്. അടുത്തതായിട്ട് MG സാറും നമ്മുടെ കുട്ടികളെല്ലാവരും ചേർന്ന ഒരു വൈൻഡ് അപ്പ് സോങ്ങിലേക്കാണ് പോകുന്നത്. സോങ് ഏതാന്നുള്ളത് ഞാൻ പറയുന്നില്ല, അത് സർപ്രൈസ്. എൻജോയ്. വേൽ മുരുക ഹരോ ഹര വേലായുധ ഹരോ ഹര. കേറി വാട മക്കളെ. വേൽ 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 ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും നാളം, വീരൻ പടയുടെ വൻമുടിയേറ്റി കൊട്ടിക്കേറും നാളം, ഇത് മുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടിയേന്തും മേളം, ഇന്നിക്കരയുള്ളവൻ അക്കരെ എത്തും തക്കിടി തകിലടി മേളം, ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേര്, കാടും മലയും പുഴയും കടന്ന് കേറി വരുന്നൊരു വെള്ളിത്തേരാണ്. ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയുടെ വൻമുടി ഏറ്റി കൊട്ടിക്കേറും താളം, ഇത് മുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടിയേന്തും മേളം, എന്നിക്കരയുള്ളവൻ അക്കരെ എത്തും തക്കിടി തകിലടി മേളം, ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേര്, കാടും മലയും പുഴയും കടന്ന് കേറി വരുന്നൊരു വെള്ളിത്തേരാണ്. മുരുക ഹരോ ഹരാ വേലായുധ ഹരോ ഹരാ മുരുക ഹരോ ഹരാ വേലായുധ ഹരോ ഹരാ. ഈ താരകാസുരനെ വടിവേലിൽ കോർക്കാനല്ലോ തിരുവന്നൂരിൽ വടിവേലൻ വന്നു, ഈ ശൂരപത്മന്റെ ശബരിമടക്കാനല്ലോ സേനാപതിയായി തിരുമുരുകൻ വന്നു. പടിയാറും കേറി ചെന്നാലമ്പലമുണ്ടേ, പേരും തിരയുമുണ്ടേ, മുടിവെട്ടാൻ മുടിയിൽ ചാർത്തും മൂത്തോർക്കെല്ലാം തെയ്യത്തിൽ ലഹരിയുണ്ടേ. വെற்றிവേൽ മുരുക മുരുക വേൽ മുരുക ഹരോ ഹരാ വേലായുധ ഹരോ ഹരാ വേൽ മുരുക ഹരോ ഹരാ വേലായുധ ഹരോ ഹരാ. ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും
എന്നക്കരയുള്ളവരക്കരെ എത്തും തക്കിടി തകിഴടി വേണം. ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേര്. കാടും മലയും പുഴയും കടന്ന് കേറി വരുന്നൊരു വെള്ളിത്തേരാണ്. വേൽമുരുകാ ഹരോഹരാ ഹോ, വേലായുധാ ഹരോഹരാ, വേൽമുരുകാ ഹരോഹരാ ഹോ, വേലായുധാ ഹരോഹരാ, വേൽമുരുകാ ഹരോഹരാ ഹോ, വേലായുധാ ഹരോഹരാ, വേൽമുരുകാ ഹരോഹരാ ഹോ, വേലായുധാ ശരിക്കും നമ്മുടെ ഫ്ലവേഴ്സ് മ്യൂസിക്കൽ നൈറ്റ് മെഗാ ഇവന്റിന്റെ ഏറ്റവും ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോപ്പ് സിംഗറിലെ കുട്ടി മണീസ് ആയിരുന്നു അല്ലേ. അവരുള്ളത് കൊണ്ട് തന്നെ സമയം പോയത് അറിഞ്ഞില്ല. ആൻഡ് സംഗീതം എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിലിങ്ങനെ തിങ്ങി നിൽക്കുന്നത് ഒരുപിടി ഗാനവും അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ കാണാൻ കൊതിച്ചുള്ള നൃത്ത ചുവടുകളും അതുപോലെ തന്നെ തമാശകളും ഒക്കെ ആയിട്ട് ഇന്നത്തെ ഈ ഒരു ഇവന്റ് ഗംഭീരമായിട്ട് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ആൻഡ് വാച്ചിങ്. ആൻഡ് നൗ വി ആർ saying bye from Flowers Musical Night Mega Event co-powered by 1xBet, Pothi Swarnamahal and Bilwa, saying good night and Shubharatri. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.